മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും പിണറായി വിജയനും നാളെ കൂടിക്കാഴ്ച നടത്തും. നേരത്തെ ഇന്ന് മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്തുകൊണ്ടാണ് ഇന്ന് കൂടിക്കാഴ്ച നടക്കാതിരുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, അല്പസമയത്തിന് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് റിസോർട്ടിലേക്ക് എത്തിയത്. സമയമേറെ വൈകിയതിനാലാണ് ഇന്ന് മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പകരം നാളെ രാവിലെ പ്രഭാത ഭക്ഷണം ഇരുവരും ഒന്നിച്ചായിരിക്കും കഴിക്കുക. ആ സമയത്തായിരിക്കും സ്റ്റാലിൻ മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണി തടഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുക എന്നാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത്ര നേരം വൈകി, അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഏറെ ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഒരു കൂടിക്കാഴ്ചയും സംസാരവും വേണ്ട, നാളെ രാവിലെ ഈ വിഷയങ്ങൾ ഉന്നയിക്കാം എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണിയുമായി എത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള PWD ഉദ്യോഗസ്ഥരെ ഇടുക്കിയിൽ തടഞ്ഞ വിഷയം നാളെ ആയിരിക്കും എം.കെ. സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുക. എന്തായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത തീരുമാനങ്ങൾ എന്നതും നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്ക അത് ഏതു വിധത്തിലായിരിക്കും പരിഹരിക്കുക എന്നതിലും ഒരു വ്യക്തത നാളെ രാവിലെ നമുക്ക് ലഭ്യമാകും. അതോടൊപ്പം തന്നെയാണ് നാളെ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് എം.കെ. സ്റ്റാലിനും മുഖ്യമന്ത്രിയും പങ്കെടുക്കുക. അതിലൊന്ന് ഒരു പ്രതിമാ അനാച്ഛാദനമാണ്. തന്തൈ പെരിയാറിന്റെ സ്മാരകം അത് ഉദ്ഘാടനം ചെയ്യും. അത് എം.കെ. സ്റ്റാലിനായിരിക്കും. ഇരുവരും ഒരുമിച്ചായിരിക്കും ഈ കുമരകത്ത് നിന്നും പിന്നീട് വൈക്കം സത്യാഗ്രഹ സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി തിരിച്ച് തിരുവനന്തപുരത്തേക്കും എം.കെ. സ്റ്റാലിൻ തിരിച്ച് ചെന്നൈയിലേക്കും പോകുക. അഭിലാഷ്, വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്.